എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷാർജ റീഡേഴ്സ് ഫെസ്റ്റിലാണ്, എക്സ്പോ സെൻറ്ററിൽ. അപ്പോൾ എല്ലാവരും ഈ അവസരം ശരിക്കും വിനിയോഗിക്കണം. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർ സോഷ്യൽ മീഡിയ അതുപോലെ ഫോണിൽ അഡിക്റ്റ് ആയിട്ടുള്ള പിള്ളേർ, അവർക്ക് ഇങ്ങനൊരു അവസരം ഷാർജ ഭരണാധികാരി ഇങ്ങനെ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. എല്ലാവരെയും കൊണ്ടുവരണം. ഷാർജ റീഡേഴ്സ് ഫെസ്റ്റ് നടന്ന 15th എഡിഷനാണ്. എല്ലാവരും നമ്മുടെ വീട്ടിലുള്ള പിള്ളേരെ വിളിച്ചുകൊണ്ട് വരണം. ഇങ്ങനെ ഇത്രയും ബുക്സിൻ്റെ കളക്ഷനാൽ ഇത്രയും വലിയൊരു അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കരുത്. എല്ലാവരും പിള്ളേരെ വിളിച്ചുകൊണ്ട് വന്നാൽ അവർക്ക് ഇഷ്ടമുള്ള ബുക്സും അവരുടെ റീഡിങ് കപ്പാസിറ്റിയും കിട്ടാൻ വേണ്ടി എല്ലാവരും വരണം. താങ്ക് യു. ഇവിടെ നമുക്ക് കുറേ ആൾക്കാരെയും കാണാൻ പറ്റുന്നുണ്ട്. കുറേ കൊച്ചു പിള്ളേർ അവർക്ക് ബുക്സൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ ചേച്ചിമാരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചോദിച്ചാലോ? അപ്പോൾ ചേച്ചി പറ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഒന്നാമത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം ബുക്കുകൾ പരിചയപ്പെടാൻ പറ്റി, മേടിക്കാൻ പറ്റി. അതും പോരാണ്ട് കുട്ടികളെ ബുക്കുകളായിട്ട് പരിചയപ്പെടുത്താൻ, അതേമാതിരി അതും പോരാണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. കുട്ടികൾക്ക് പങ്കെടുക്കാനാണെങ്കിലും എൻജോയ് ചെയ്യാനാണെങ്കിലും ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റി ഇവർ ഒരുക്കിയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഈ ഒരു റീഡേഴ്സ് ഫെസ്റ്റ് വന്ന ഉപയോഗം എന്ന് വെച്ചാൽ പിള്ളേർക്ക് കുറേ ടൈപ്പുള്ള വെറൈറ്റി ഓഫ് ബുക്സ് പബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിബി പബ്ലിക്കേഷൻസ് അവർ മലയാളത്തിൽ കുറേ നല്ല കുട്ടി കഥകൾ പിള്ളേർക്ക് വേണ്ടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷാർജ റൂളർ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി ഫോർ ചിൽഡ്രൻ ഫ്രം ഡ്രീം ടു വിഷണറി അത് ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇത് വന്ന് വാങ്ങണം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ലിബി പബ്ലിക്കേഷൻസിലാണ്. അപ്പോൾ അങ്കിൾ, ഈ ഒരു റീഡേഴ്സ് ഫെസ്റ്റിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് അങ്കിൾ ഒന്ന് ഷെയർ ചെയ്യാമോ? വളരെ നല്ല അനുഭവമാണ്. കാരണം നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ തന്നെ അറിയാം, കുട്ടികൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് പുസ്തകങ്ങളെ നോക്കിക്കാണുന്നത്. അത് ഇംഗ്ലീഷെന്നോ മലയാളമെന്നോ വ്യത്യാസമില്ല. എല്ലാത്തരം പുസ്തകങ്ങളും കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്, വളരെ താല്പര്യമുണ്ട്. വായന മരിച്ചിട്ടില്ല. കുട്ടികൾ വളരെയധികം വായിക്കുന്നുണ്ട്, നന്നായി ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പുസ്തകങ്ങൾ പോലും കുട്ടികൾ ചോദിച്ച് അന്വേഷിച്ച് വരുന്നുണ്ട്. വളരെ നല്ല അനുഭവം. ഇന്ന് മാത്രമല്ല, നമ്മൾ ഇതിനു മുൻപൊന്നും കാണാത്ത രീതിയിൽ പല കുട്ടികളും എനിക്കും ഇതുപോലത്തെ പുസ്തകങ്ങൾ അടുത്ത വർഷം പ്രസിദ്ധീകരിക്കാൻ കഴിയണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ഈ വർഷം തന്നെ ഇവിടെ നമ്മളൊരു കുട്ടിയുടെ പുസ്തകം പ്രകാശനം ചെയ്യുകയുണ്ടായി. ഒരു കുട്ടിയുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ പുസ്തകം പ്രകാശനം ചെയ്തു. അപ്പോൾ അതുപോലുള്ള ഒരുപാട് കുട്ടി എഴുത്തുകാർ, ഒരുപക്ഷെ എൻ്റെ പ്രായത്തിൽ ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിലൊന്നും അത്തരത്തിലുള്ള കുട്ടി എഴുത്തുകാരുണ്ടായിരുന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഗ്രന്ഥകർത്താക്കളായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. കുട്ടികൾ വളരെയധികം വളർന്നിരിക്കുന്നു. ആമയുടെയും മുയലിൻ്റെയും കഥകൾ മാത്രമല്ല കുട്ടികളെ, അവർ ആകാശത്തിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പ്രാപ്തരായി കഴിഞ്ഞിട്ടുണ്ട്. അത്രമാത്രം പ്രാപ്തി, ആശയവിനിമയ ശേഷി ഒക്കെ കുട്ടികൾക്കുണ്ട്. നല്ലതാണ്, നല്ല അനുഭവമാണ് ഇവിടെ. ഇത് വളരെ നല്ലൊരു അനുഭവമാണ് കുട്ടികൾക്ക് നൽകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്കിൾ ഒരു പോം ചൊല്ലാമോ? അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കുട്ടികൾക്ക് വേണ്ടി ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, വലിയവർക്ക് വേണ്ടി നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ചക്കരമാങ്ങ എന്ന് പറഞ്ഞൊരു കവിത. ചക്കരമാവിൻ കൊമ്പിലൊരു ഊഞ്ഞാൽ കെട്ടിയതാരാണ്, കെട്ടിയൊരൂഞ്ഞാൽ തട്ടിലിരുന്ന് ആടുവതാരാണ്. ചക്കരമാവിൻ കൊമ്പിലൊരൂഞ്ഞാൽ കെട്ടിയതാരാണ്, കെട്ടിയൊരൂഞ്ഞാൽ തട്ടിലിരുന്ന് ആടുവതാരാണ്. ആടുമൊരാളിൻ പുറകെ നിന്നിട്ടാട്ടുവതാരാണ്. കൊഴിഞ്ഞു വീഴും മാമ്പഴമെല്ലാം ആർക്കിതിലാർക്കാണ്. താങ്ക് യു അങ്കിൾ, താങ്ക് യു സോ മച്ച്.